ഇതന്നെ റബ്ബർ ബാൻഡോ. ഓ വീണ്ടും കണ്ടന്റ് സലാഡിന്റെ പോയിട്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വേണ്ടേ നിങ്ങൾ ഏത് യൂട്യൂബ് ചാനലാ ചോദിച്ചോ. ഞാൻ ഇപ്പൊ തുടങ്ങട്ടുള്ളൂ. ഈ പേഴ്സിലായിരിക്കും കാരണം നമ്മൾ റീച്ച് ആവണം കേട്ടോ. സോ ഞങ്ങള് മൂവാറ്റുപുഴന്ന് ഇറങ്ങിയേക്കണാണ്. ഇന്നേതാണ് ഡേറ്റ്? 21/4/2026 ഞങ്ങൾ ഇറങ്ങിയേക്കണാണ്. നേപ്പാളില് ഒരു 5-6 ദിവസം കൊണ്ടൊക്കെ എത്താന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് നേപ്പാളിലേക്ക് പോകാൻ വേണ്ടി ഇത് ഇറങ്ങി പെരുമ്പാവൂരെത്തി. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എന്താണ് ഇത് മൂലൻസോ അവിടെ കയറിയിട്ട് കുറച്ച് റെഡി ടു കുക്ക് ഐറ്റംസ് കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നേക്കണേ. എവിടെയാ ശരിക്കും പറഞ്ഞാൽ ചേരേനെ തിന്നണ നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തിന്നണ കേട്ടോ. ഇതൊന്നും കൊണ്ടുപോകണ ശരിക്കും എത്തിക്സിനെതിരാ. ശരിയാണോ? ശരിയാണോ അല്ലേ പറ. 100%. ഇത്ര സാധനം മതിയോ? അങ്ങനെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മള് മൂലൻസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ച് പെരുമ്പാവൂർ വണ്ടി സാധനങ്ങൾ വാങ്ങായിരുന്നു. എന്നാ പേഴ്സാണ് ഉള്ളത്. ഈ പേഴ്സിലായിരിക്കും കാരണം നമ്മൾ റീച്ച് ആവണം കേട്ടോ. പേഴ്സും തുറന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യം സാധനം പറഞ്ഞില്ലേ അത് ഇതായിരിക്കും പേഴ്സായിരിക്കും. ഇത് എത്ര കൊല്ലം ആ കുട്ടെ? ഇത് ഒരുപാട് നാളായ പേഴ്സ്. ഇന്ന് മറ്റന്നാടോ ഒരു സാധനം പെമ്പിള്ളേരാണ്. വാട്ട്സ് ഓൺ യുവർ പേഴ്സ്. അതാണ് കേട്ടി. ഈ ട്രിപ്പ് നമുക്ക് ഷെയർ ഇട്ടൊരു പേഴ്സ് വാങ്ങിച്ചു കൊടുക്കണ്ടോ? ഇത് എന്നാന്നറിയോ? എടാ അങ്ങനെയല്ല, പറയട്ടെ പറ ഇതിന്റെ ഹിസ്റ്ററി പറഞ്ഞേ. ഈ പേഴ്സ് ഇപ്പൊ ഒരു 10 കൊല്ലത്തിന് മേളായ പേഴ്സാ. ഓടാ വാപ്പിച്ച് വലിയപ്പന്നെയാ. ഇത് എങ്ങനെ കിട്ടിയതാന്ന് ഓർമ്മയില്ല. പോടാ നീ വാങ്ങിച്ചാണിത്? വാങ്ങിച്ചതല്ല, എന്ത് സാധനം വാങ്ങിയപ്പോ കിട്ടിയതാന്ന് തോന്നുന്നു. ഓ എന്നാലും പൈസ കൊടുക്കല്ലോ കേട്ടോ. ഇല്ല പേഴ്സിനെ കാര്യം പൈസ കൊടുക്കും. ഉപയോഗമില്ല. എന്തായാലും കാണിച്ചു സംഭവം 10 കൊല്ലം ഇതാണ്. എടാ ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ പേഴ്സ് ഉപയോഗമില്ല. അപ്പൊ നമ്മള് ഇത് വാങ്ങിച്ചപ്പോൾ കളർ ഈ കളറായിരുന്നു അല്ലേ? അതെ ഈ കളർ ഇല്ല. വാങ്ങിച്ചപ്പോൾ കളർ ഇതിനകത്തേ ഇല്ലാന്ന് തോന്നുന്നു. ഇതാണ് സംഭവം. ഇതായിരുന്നു ശരിക്കുള്ള കളർ. ഇപ്പൊ കളർ ഇതാണ്. TNT ഇവിടെ പെരുമ്പാവൂര് ചെറിയ ഫുഡ് അടിക്കായിട്ട് നമ്മൾ എവിടെയാ? TNT കേറാ. ഓക്കെ ബാ. റൈസ് അൺലിമിറ്റഡ് ആണോ? നാണം കെടുത്തല്ലേ, ദാരിദ്ര്യ ടൂറാന്ന് ഓർക്കും. ആരാ റൈസ് അൺലിമിറ്റഡ് അല്ലേ? അത് കുഴപ്പമില്ല പോടാൻ അങ്ങനത്തെ കൂട്ടി. അപ്പൊ അതുകൊണ്ട് വേണ്ടേ? അത് കട്ട് ചെയ്തി. ഇല്ലില്ല ഇത് വേണം. അത് വിഷയല്ലോ. കേറുമല്ലേ? അൺലിമിറ്റഡ് അല്ലേലും ഞങ്ങള് അടിക്കാൻ പോവാ. ചിക്കൻ ഇറങ്ങണമെങ്കിൽ എന്നെ സെറ്റപ്പായി. ഫുൾ ബ്ലാക്ക് അല്ലേ കരിമ്പയിലത്ത് നീ അല്ലെങ്കിൽ പൈസ. ഇതിനത് ഫുൾ അടച്ചിട്ടേക്കോലോ. അവിടെയാണോ? അതൊരു കണ്ടന്റ് ആണോ? നാല് പേരായിട്ട് ഒന്നുകൊണ്ട് സുഖാട്ടോ. എല്ലായിടത്തും 4 കസേരയായിട്ട് തന്നെ ഉണ്ടാവൂലേ? ഏരിയ അവിടെ മിന്നുണ്ടോ? എനിക്കോ 4 മിനിറ്റില് എനിക്ക് മിന്റ്. അത് ആദ്യം തന്നെ അത് ഫസ്റ്റ് തന്നെ മിന്റ് ഫസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് അടിക്കാൻ പറ്റില്ല. ആർക്കാ? പിന്നെ മന്തി കഴിക്കാൻ പറ്റില്ല. നീ ഇവിടെ ബെറായിട്ട് നിന്നുണ്ടോ? പണ്ട് ഫുൾ മെയിൻ പുള്ളിക്കറിയാലോ. പോലെ കാണല്ലേ ഇതൊന്നും. ഇതിന്റെ കൊറോണ കാലത്താണ് നമ്മൾ ഇറങ്ങിയേക്കണേ. പിന്നെ ബോറാണ് ഇത്. മറ്റേ കല്യാണത്തിനൊക്കെ വന്നിരിക്കൂലേ പേപ്പർ ഗ്ലാസ് പേപ്പർ ഇത് ഉദ്ദേശം കഴുകാൻ പറ്റാത്തോണ്ടാണ്. ഈ ഇതിന് മാത്രമേ ഉള്ളൂ സ്റ്റാഫ്. അവരെ വെച്ചിട്ട് ഓടിക്കണം.
അല്ല ശരിയാടാ, ഭായിമാര് പോയിക്കൊണ്ടോണ്ടായിരിക്കും കഴുകാനുള്ളതായിരിക്കും. അങ്ങനെ കൂടെ ആരാ അത് കൂടെയാണ്? ആരാ? ജസ്റ്റിന. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയട്ടോ. സ്പീക്കർ ഇട്ട് എടാ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് വരാൻ പറ്റും യൂട്യൂബ് ചാനലിലേക്ക്. ഫേസ് ടൈം യൂട്യൂബ് ചാനലാ. ഫേസ് ടൈം ഓണാക്കാൻ ഹായ് അടിക്ക്. തമാശ പറയല്ല. ഞങ്ങള് മൂലൻസിക്ക് സാധനങ്ങൾ എടുക്കാൻ പോയിട്ടോ. അവിടുത്തെ ചേച്ചിക്ക് പേടി നമ്മൾക്ക് സാധനം എടുത്ത് തരാം യൂട്യൂബ് ചാനലാ തുറപ്പേ. എന്നിട്ട് ആ ചേച്ചി കേട്ടോ ഇതെപ്പോഴാ നിങ്ങൾ ഏത് യൂട്യൂബ് ചാനലാ ചോദിച്ചോട്ടോ. ഞാൻ പറഞ്ഞ ഇപ്പൊ തുടങ്ങട്ടേ ഉള്ളൂ. കേട്ടില്ല ഒന്നോടെ പറ. നിന്റെ ഫസ്റ്റ് വീഡിയോ കോൾ ഗസ്റ്റ് നീ ആയിരിക്കും. ഓക്കെ, എല്ലായിടത്തും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഇയാക്കടെ പെണ്ണുമ്പിള്ളയുടെ വീഡിയോ കളിക്കായിരുന്നു കേട്ടോ ഇൻസ്റ്റയിലിട്ടാണ്. നിന്നെ കൊണ്ട് മാത്രം. അതെ സത്യം. നിങ്ങൾ രണ്ട് പൂക്കനോടെ അല്ലേ നിങ്ങള്? ഇതാണ് ഇവിടുത്തെ മന്തി റൈസ്. ഷവായ മന്തി റൈസ്. ഇതാണിത്. ഞാൻ പഠിച്ചല്ലേ കേട്ടോ. ഈ സാധനം അടിപൊളിയാ. മാങ്ങല ഇതന്നെ റബ്ബർ ബാൻഡോ. വീണ്ടും കണ്ടിട്ട് റബ്ബർ ബാൻഡ് ഇട്ടാണ് തന്നേക്കുന്നത്. റബ്ബർ ബാൻഡും സലാഡിന്റെ പോയിട്ട് കേട്ടോ. ഞാനുണ്ട് നിനക്കോണ്ടേ. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുവാണ് ടിയാൻറ്റിന്ന് ഉച്ചക്ക് പെരുമ്പാവൂരിന്ന്. ഇവിടെ ഭായിമാരൊന്നും ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഈ ഇലക്ഷൻ കാരണം കുറേ പേര് പുറത്തേക്ക് പോയില്ലേ. അപ്പൊ അതുകൊണ്ടാന്ന് തോന്നുന്നു ഇമാര് സെർവ് ചെയ്യാനൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പാത്രം നമ്മൾ ഈ കല്യാണങ്ങളിലൊക്കെ ഇടുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് എന്നാ ഡിസ്പോസിബിൾ അത് തന്നെ. ആ ടൈപ്പ് പാത്രം ഫുള്ള് കിട്ടിയത്. ആദ്യം ഓർത്ത ഇവിടെ ഇങ്ങനെയാന്ന് ഓർത്തു. പിന്നെയാണ് ഇങ്ങനെ ആലോചിച്ചത് ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോ ആളുകളില്ലാത്തോണ്ട് പാത്രം കഴിക്കാൻ ആള് കുറവുള്ളതുകൊണ്ട് ചിലപ്പോ സെറ്റ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ എന്താണ് അത് ഇനി ഇങ്ങനെയാണ് ഇവിടെ ഫുള്ളൊന്നും നമുക്കറിയില്ല കേട്ടോ. സ്റ്റാഫ് ഇല്ലാത്തോണ്ടേ ചിലപ്പോ അത് വാഷ് ചെയ്യാൻ അങ്ങനെ ആയിരിക്കും. അതാ ഞാനും ആലോചിച്ചത്. ഇപ്പൊ ആയിമാരൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞോട്ട് കഴുകാൻ പറ്റുള്ളൂ. ഇപ്പൊ ആരും ഇല്ലാത്തോണ്ട് അങ്ങനെ സെറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയും കട അടത്തായി സമയത്ത്. അപ്പൊ ആരും കട പൂട്ടിയിടല്, കടയൊക്കെ തുറന്നോണം ബായ്മാരില്ലാന്ന് പറയട്ടോ. ഓക്കെ, ഈ കേരളം കഴിയുമ്പോ വരണ്ടാവും. കേരളം കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതിപ്പോ എന്നെ സംഭവിച്ചത് നിലവില് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിനാ പറ. ഇൻവെർട്ടറേ പറയടാ. അതായത് ഞാൻ പറയാം എല്ലാ ഇൻവെർട്ടേഴ്സാന്ന് ഞാൻ പറഞ്ഞില്ലേ. ദിവസം കണ്ടോ ഈ സ്കാൻ ചെയ്തിട്ട് പോണ സംഭവം. ആ സാധനത്തില് ഫാസ്ടാഗിനകത്ത് ഞങ്ങൾ ഈ അത് ഒട്ടിച്ചു വെക്കില്ല. അവിടെ ഒട്ടിച്ചു വെക്കാൻ വേണ്ടി അതിന്റെ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഒട്ടിച്ചു വെക്കാൻ പോയപ്പോ ആദ്യം ഞങ്ങള് അകത്തുനിന്ന് ഒട്ടിക്കണതിന് പുറത്തുനിന്ന് ഒട്ടിച്ചു. അപ്പൊ പുറത്തുനിന്ന് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആ സ്കാൻ ചെയ്യണ സംഭവം ഇപ്പറായി പോയി. അത് അകത്തുനിന്നായിരുന്നു ഒട്ടിക്കേണ്ടത് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിച്ചു കൊടുത്തുനിന്ന് പറിച്ചിട്ട് എടുത്തിട്ട് അകത്ത് വന്നിട്ട് വീണ്ടും ഒട്ടിച്ചപ്പോൾ ആ മറ്റേ സ്ഥലത്തുനിന്ന് ഒരു പൊടി, അതിൻ്റെ ആ സ്കാൻ ചെയ്യുന്ന സാധനത്തിൻ്റെ ഒരു പൊടി പീസ് അതിനകത്ത് ഇരുന്നുപോയി. അപ്പം ആ ഒരു പൊടി പീസ് ഇല്ല നിലവിലിപ്പം. ആ പീസ് ഇല്ലാതെ നമുക്ക് ഈ ടോള് കിടക്കാൻ പറ്റില്ല. ഓക്കെ, എത്ര കയറോ ഉള്ളേ കേറ്റൂർക്കാ മിക്കാറും നോക്കിക്കോ. ഞാൻ പറയണ കേറുന്നാട്ടോ. നീ നോക്കിക്കോ. നീ കേരള പറഞ്ഞ നിന്റെ മോന്തടിച്ചാൽ വിളിക്കണം. നീയല്ലേ ഉള്ള പള്ളിയൊക്കെ ഉണ്ടാക്കിയത്. എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കേറുന്നല്ലേ പറയണേ.
നീ നോക്കിയോ കേറിപ്പോട്ടെ തുറക്കൂ കേറ്റി എടുത്ത് കൂട്ടെ ചേച്ചി അതെന്താന്ന് എനിക്ക് അറിയില്ല സിസ്റ്റത്തിൽ റീഡ് ചെയ്തു പോടാ ആ വണ്ടിയുടെ നമ്പർ വെച്ചാ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആ അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല, എല്ലാരും ചെയ്തോളൂ. ഇനി കേരളത്തിൽ വരും, നോർത്തിലേക്ക് വരുമ്പോ ഭായമാരുണ്ട് അറിയാറില്ല. അപ്പൊ എന്തായാലും രക്ഷപ്പെട്ടു. അപ്പൊ എങ്ങനെയാണ് അവര് മറ്റേ സിസ്റ്റം വെച്ചിട്ട് റീഡ് ചെയ്യാൻ പറ്റൂടാ? അതെ, സിസ്റ്റത്തിൽ നമ്പർ വെച്ച് അങ്ങോട്ട് റീഡ് ചെയ്യാൻ അങ്ങനത്തെ സെറ്റപ്പിൽ അവര് റീഡ് ചെയ്ത് കൊണയത് തലേക്കട പോയി. അപ്പൊ സിസ്റ്റത്തില് നമ്പർ വെച്ച് റീഡ് ചെയ്ത് എന്തോ പായത്തില് ഇവിടെ കേരളത്തിൽ നടന്നൊരു പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോ ഇതൊക്കെ കിട്ടുമോന്നറിയില്ല. കിട്ടിയില്ല ഇവന്റെ കാരണം പറ്റി നമുക്ക് വിളിക്കാവില്ല. ഓക്കെ, ഇതന്നെ 2 മിനിറ്റ് റീൽ ചാലഞ്ച് ആണോ? നീ വണ്ടി ഓടിക്കണം അവന് അത് ഓണാക്കിട്ടെങ്കിലും വെക്കണം ചുമ്മാ. ഷാവല് ഇതന്നെ ഇവിടെ കാണുന്നതിനാ വേൾഡ് ഫേമസ് മദർലാൻഡ് മസാല സോഡയാണോ? എങ്ങനെയുണ്ട്? അങ്ങനെ മസാല സോഡ എന്നാ വേൾഡ് ഫേമസ് എന്നല്ല പുള്ളി പറയണേ. വേൾഡില് ഫേമസ്, വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാല സോഡ കുടിച്ചിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയല്ലടാ, അതിനൊരു ഭയങ്കര ഒരു എരിവും പുളി എല്ലാം കൂടി ഇതാണല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നത്? എന്നാ അഭിപ്രായം പറയണ്ടേ? അഭിപ്രായം എടുക്കാനായിരുന്നു. പിന്നെ എന്നെ അഭിപ്രായം നല്ലൊരു മോരിന്റെ നെല്ലിക്കയുടെ ഒരു ഫ്ലേവർ, മറ്റേ കറിവേപ്പിലയുടെ സെറ്റപ്പ് കുടിച്ചു കഴിഞ്ഞപ്പോ മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങ എനിക്ക് പച്ചമാങ്ങയുടെ സാധനം ഫീൽ ഉണ്ടായിരുന്നു. മറ്റേ പിന്നെ കറിവേപ്പില നാരങ്ങയുടെ കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ ഒരു ടേസ്റ്റ് അടിപൊളിയല്ലേ? ഇനി ചെയ്യുമ്പോ ടോയ്ലറ്റിൽ കയറി കിടക്കാം നമുക്ക്. അതെ, അതിന് പറ്റിയ സാധനം തോന്നൂല്ലേ? ഇന്ന് ഫുൾ ടോയ്ലറ്റ് ആയിരിക്കും പോകുമ്പേ. ചെക്കൻ സ്റ്റോറി കണ്ടോണ്ടിരിക്കുക. നമ്മുടെ മസാല സോഡയ്ക്ക് ശേഷം കുറച്ച് ചിപ്സ് കാണിച്ചോണ്ടെന്ന് അടിച്ചോണ്ടിരിക്കുകയാണ്. ഒരുമാതിരി തമിഴ്നാട് ടച്ചുള്ള ഈ സ്ഥലത്തിനാ ഈ മദർലാൻഡ് മസാല സോഡ സ്ഥലല്ലേ. അതിന് തൊട്ടടുത്തുള്ള റോഡുകളൊക്കെ പോകുമ്പോ ഒരു തമിഴ്നാട് ഫീല് ഞങ്ങൾക്ക് അടിക്കണ്ട. നിങ്ങൾക്ക് അടിക്കണമെന്ന് എനിക്കറിയില്ല. പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ? തമിഴ്നാടിൽ നിന്ന് വാങ്ങിച്ചല്ലേ. പക്ഷെ പാലക്കാടിന്റെ ഫുൾ സ്ഥലം ഒന്നുമല്ല, കുറച്ച് സ്ഥലമല്ലായിരുന്നുള്ളൂ. എന്നാണോ ഒരു തമിഴ്നാട് ഫീൽ അടിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഞങ്ങൾ നേരെ കോയമ്പത്തൂർക്ക് പോവാം. കോയമ്പത്തൂർ ടു ചെന്നൈ, കോയമ്പത്തൂർ നേരെ ചെന്നൈ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണേ. അതായത് ഇന്ന് രാത്രി കോയമ്പത്തൂരായിരിക്കും മിക്കവാറും സ്റ്റേ ചെയ്യണേന്ന് തോന്നുന്നു. എവിടെ വിൻഡുമില്ലേ? കാട്ടു എവിടെ വിൻഡുമില്ല് ഇപ്പൊ കാണിച്ചിട്ടോ ഗൈസ്. ഞങ്ങള് കാണുന്നൊക്കെ ഗൈസിനെയും കാണിച്ചു തരും. ഗൈസേ എവിടെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇതിന് അവിടെ എവിടെ വിൻഡുമില്ലുണ്ടെന്നാണ് ഇമ്മാര് പറയണത്. ഞാൻ ആക്ച്വലി കണ്ടില്ല. ഞാൻ കാണാത്തോണ്ട് നിങ്ങളെ കണ്ട. ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മള് ഇപ്പൊ ഏകദേശം എത്ര മണിയാടാ? 6:15 കഴിഞ്ഞിരിക്കുകയാണ്. ഇരുട്ടി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂര്യൻ. നമ്മുടെ ഫാസ്ടാഗിന് എന്തൊരു പ്രശ്നം കാട്ടിയായിരുന്നു. അതും ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് ഫാസ്ടാഗിൻ്റെ. അവിടെ ജസ്റ്റ് വന്നേ നോക്കിയിട്ട് എന്നെ ശരിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇതാണ് ആള് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞേ. അപ്പേ ഒരു 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ റെഡി ആക്കുമ്പോഴത്തേക്കും അവന്മാരവിടെ വീഡിയോ എടുക്കലൊക്കെയാന്ന് തോന്നുന്നു. മോളിൽ മല കണ്ടു, അതിൻ്റെ പക്കത്ത് കയറി അവന്മാർ. നമ്മുടെ ഫാസ്ടാഗിൻ്റെ പ്രശ്നം മാറ്റാൻ വന്ന പയ്യനാണിത്. പുതിയ ഫാസ്ടാഗ് റെഡിയാക്കി അത് അടിച്ചോണ്ട് അങ്ങനെ ഒരു തലവേദന കൂടി ഒഴിവായിരിക്കുകയാണ്. ഇവിടെ എത്ര 300 രൂപയോ? 300 രൂപ അല്ലേ?
300 ഇവിടെ. ഇത് രാത്രി ഒരു ശരവണാഭവന് കയറി ഒരു ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ റോഡ് സൈഡിൽ 10 മിനിറ്റ് നിർത്തിയിട്ടേക്കുക. ഇന്നത്തെ രാത്രിത്തെ ഫുഡടി കഴിഞ്ഞു. നേരെ സേലം കോയമ്പത്തൂർ ആയിരുന്നു ആദ്യം വിചാരിച്ച സ്റ്റേ ചെയ്യാമെന്ന്. അവിടെ നിന്ന് മാറ്റി നേരെ സേലത്തേക്കാക്കി. സേലം എത്താൻ ഒരു 10-30 കിലോമീറ്ററോടെ ആവറേജ് ഉണ്ട്. ഇനി അവിടെ എത്തി അവിടെ റൂം എടുക്കാന്നുള്ള സെറ്റപ്പിലാണ് ഇപ്പം. ഞങ്ങളിത് വണ്ടിയിലേക്ക് വീണ്ടും കയറി ഡ്രൈവ് ചെയ്യാൻ പോകണം. ഇപ്പോൾ റൂം എത്തിയിട്ട് ഇനി കാണാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ എവിടെയാണ് സ്ഥലത്തിൻ്റെ തന്നെ സേലത്ത് നമ്മളൊരു റൂം എടുത്തു. ഞാൻ രാത്രിയാണ്, എനിക്ക് കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ടയർഡായിരുന്നു. അപ്പം റൂം എടുത്ത് ഇതാണ് റൂം, ഒരു ആവറേജ് റൂം. ലൈറ്റ് ഓഫ് ഇല്ലടാ. അപ്പം എടുത്ത് ഞങ്ങൾ നേരെ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി നാളെ കാണാം. ബൈ.